മലപ്പുറം കൊണ്ടോട്ടിയിൽ +1 വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. GVHS സ്കൂളിലെ +1 വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ആദ്യ മർദ്ദനത്തിന് പിന്നാലെ പോലീസിൽ പരാതി നൽകിയത് ചോദ്യം ചെയ്തതാണ് വീണ്ടും മർദ്ദനത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് നിന്നും സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, കൃത്യമായ ഇത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്. ആദ്യ മർദ്ദനം ഉണ്ടായി, അത് പരാതിപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും മർദ്ദനം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി മലപ്പുറം കൊണ്ടോട്ടിയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ഇവിടെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും പതിവായി ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ തൊട്ടടുത്തുള്ള കടയിലുള്ളവരൊക്കെ പല ഘട്ടങ്ങളിലായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഫലം കണ്ടിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികൾ പതിവായി ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പരാതി നൽകിയതാണ് ഇപ്പോൾ ഒരു പ്രകോപനത്തിന് കാരണം. കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് സ്കൂളിൽ പരാതി നൽകിയിട്ട് ഫലം കാണാത്തത് കൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത് എന്നാണ്. കാരണം സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെയാണ് പിന്നീട് മർദ്ദനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു പരാതി രക്ഷിതാക്കൾക്കുണ്ട്. ഈ പരാതി നൽകിയത് ചോദ്യം ചെയ്താണ് വീണ്ടും കുട്ടികൾ സ്കൂളിലെത്തിയപ്പോൾ മർദ്ദിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 +2 വിദ്യാർത്ഥികൾക്കെതിരെ നിലവിൽ കൊണ്ടോട്ടി പോലീസ് ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് സ്വാലിഹ്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. +1 വിദ്യാർത്ഥികൾക്കാണ് +2 വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ആദ്യം മർദ്ദനം ഉണ്ടായി, അത് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തു, എന്നാൽ നടപടി ഉണ്ടായില്ല. പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകി. അതിനെ തുടർന്നാണ് വീണ്ടും മർദ്ദനം ഉണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് നിന്നും സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.